നമസ്കാരം. ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിം ബീറ്റ് മലയാളം. കലാഭവൻ മണിയുടെ ഫിലിമോഗ്രാഫിയിൽ അദ്ദേഹത്തിന് ആദ്യമായി നായക വേഷത്തിലെത്തിയ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ സിനിമയാണ് ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമ. അനിൽ സി മേനോൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ റിലീസാവുന്നത് 2005 കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 24, 2005 കലാഭവൻ മണിയുടെ കരിയറിൽ ഒരു ബ്രേക്ക് നൽകിയ ബെൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നത്. ബെൻ ജോൺസൺ എന്ന ചിത്രത്തിലെ കഥാനായകൻ എന്ന് പറയുന്നത് ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഒരു പോലീസുകാരനും സ്ഥലം മാറി വരാൻ ആഗ്രഹിക്കാത്ത മുത്തങ്ങക്കുഴി സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങി വന്നതാണ് SI ജോൺസൺ. മുത്തങ്ങക്കുഴി വാണിരുന്ന ചന്ദനത്തൊടി മാധവ് മേനോനെയും അനുജന്മാരെയും വിരളി പിടിപ്പിക്കാനെത്തിയ ജോൺസന്റെ കഥയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ആ നാട്ടിലെ ഗുണ്ടകൾ വാണിരുന്ന ആ ഒരു നാട്ടിലെ അവസ്ഥകൾക്കെതിരെ ഒറ്റയാളായി പോരാടുന്ന മണി അല്ലെങ്കിൽ ജോൺസൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എല്ലാവരെയും ആവേശം കൊള്ളിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്തായാലും മോഹൻലാലിന് വേണ്ടി എഴുതിയ ഈ ഒരു കഥ പിന്നീട് യോജിക്കുക കലാഭവൻ മണിക്കാകും എന്ന് കണ്ട് ഇതിൻ്റെ തിരക്കഥാകൃത്ത് ടി.എ. ഷാഹിദ് കലാഭവൻ മണിക്ക് മുമ്പിൽ ഈ ഒരു സിനിമ വെക്കുകയായിരുന്നു. ടി.എ. ഷാഹിദിൻ്റെ ആദ്യ സിനിമയായ മത്സരം എന്നൊരു സിനിമ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിരുന്നു. അതും സംവിധാനം ചെയ്ത അനിൽ സി മേനോൻ തന്നെയായിരുന്നു. എന്തായാലും ടി.എ. ഷാഹിദ് തിരക്കഥ എഴുതിയ ആദ്യ ചിത്രമെന്ന നിലയിൽ പുറത്തിറങ്ങിയത് ബാലേട്ടനാണെങ്കിലും ഷാഹിദിൻ്റെ ആദ്യത്തെ തിരക്കഥാ രചന മത്സരം എന്നൊരു സിനിമയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം വൈകിയാണ് മത്സരം എന്നൊരു സിനിമ റിലീസ് ചെയ്തത്. അത് തിയേറ്ററുകളിൽ വലിയൊരു വിജയമാവുകയും ചെയ്തില്ല. നമുക്ക് ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിലെ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ മധു, സിദ്ദീഖ്, ഹരിശ്രീ അശോകൻ, ഇന്നസെൻറ്റ്, മച്ചാൻ വർഗീസ്, ഭീമൻ രഘു, ഊർമിള ഉണ്ണി, ഇന്ദ്രജ, സുകുമാരി തുടങ്ങിയവർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കൈതപ്രത്തിൻ്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ദീപക് ദേവാണ്. സോന സോന എന്ന് പറയുന്ന ഗാനം ആ ഒരു കാലത്തെ വലിയ ഹിറ്റായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂറ് പോകുമ്പോൾ നമ്മുടെ ബസ്സിൽ ഈ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. പി സുകുമാരായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്, എഡിറ്റിംഗ് എൽ ഭൂമിനാഥൻ. ഇതൊക്കെയാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം. പക്ഷേ ഈ സിനിമ മലയാള സിനിമയിൽ ബെൻ ജോൺസൺ എന്ന സിനിമയ്ക്ക് ഒരു വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. അത് ഈ സിനിമയുടെ വിജയം കൊണ്ടല്ല. കാരണം അതുവരെ സൂപ്പർ സ്റ്റാറുകൾ വാണു നിന്നിരുന്ന മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ, അമാനുഷികമായ കഥാപാത്രങ്ങൾ ചെയ്ത സൂപ്പർ സ്റ്റാറുകൾ നിലനിന്നിരുന്ന ഒരു തട്ടകത്തിലേക്ക് ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് സഹനടനിലൂടെ അതുപോലെ തന്നെ കോമഡി വേഷങ്ങളിലൂടെ വന്നൊരു നടൻ അമാനുഷികനായ ആ ഒരു റോളിലേക്ക് വളർന്നു വന്ന സിനിമ എന്ന നിലയിലാണ് ബെൻ ജോൺസനെ മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുക. സൂപ്പർ സ്റ്റാറുകളുടെ മാത്രം കുത്തകയല്ല എന്ന് കലാഭവൻ മണി തെളിയിച്ച ഒരു സിനിമ ആണ് മലയാള സിനിമ എന്ന് കലാഭവൻ മണി തെളിയിച്ച ഒരു സിനിമ തന്നെയാണ് ബെൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു സിനിമ. ഒരു സൂപ്പർ താരത്തിൻ്റെ ജനനമായിരുന്നു നമ്മൾ ബെൻ ജോൺസണിലൂടെ കണ്ടത്. സാധാരണക്കാരൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ. നിർഭാഗ്യവശാൽ ബെൻ ജോൺസന്റെ വിജയം അതിനുശേഷം കലാഭവൻ മണിക്ക് ആവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇതുപോലെ വിജയിക്കുകയായിരുന്നെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മുന്തിയ ഒരു നടന്മാരുടെ നിരയിലേക്ക് കലാഭവൻ മണി വളരുകയുമായിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അതിന് കാരണമായി എന്ന് തന്നെയാണ് സത്യം. പക്ഷേ ബെൻ ജോൺസൺ ഒരു ലാൻഡ്മാർക്ക് ചിത്രം തന്നെയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ. ആദ്യമായി പിന്തള്ളപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാറിന് ജന്മം നൽകിയ സിനിമയാണ് ബെൻ ജോൺസൺ. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ആഘോഷം മറ്റുള്ളവരെയും കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞ ചിത്രം എന്ന നിലയിൽ മലയാള സിനിമയിൽ സുപ്രധാനമായ സ്ഥാനം തന്നെയുണ്ട് ബെൻ ജോൺസന്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മലയാളത്തിൻ്റെ ബ്ലാക്ക് പാന്തറാണ് ബെൻ ജോൺസൺ. മലയാളികളുടെ മനസ്സിൽ കലാഭവൻ മണിയുടെ സ്ഥാനം ഒന്നും കൂടി ഉയർത്തിയ സിനിമ കൂടിയായിരുന്നു ബെൻ ജോൺസൺ. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി കണ്ടാലും മടുക്കാത്ത സിനിമ തന്നെയാണ് ബെൻ ജോൺസൺ. നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇത് ഫിലിം ബീറ്റ് മലയാളം.